ഓം ശാന്തി 6/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ഈ ശരീരത്തെ മറന്ന് അനാസക്തവും കർമാതീതവുമായി മാറി വീട്ടിലേക്ക് പോകണം. അതിനാൽ സുകർമ്മം ചെയ്യൂ, യാതൊരു വികർമ്മവും ഉണ്ടാകരുത്. ചോദ്യം: തന്റെ അവസ്ഥയെ പരിശോധിക്കുന്നതിന് വേണ്ടി ഏത് 3 കാര്യങ്ങളുടെ മഹിമ സദാ ഓർമ്മിക്കണം? ഉത്തരം: 1. നിരാകാരന്റെ മഹിമ, 2. ദേവതകളുടെ മഹിമ, 3. തന്റെ മഹിമ. ഇനി പരിശോധിക്കൂ, നിരാകാരനായ ബാബയ്ക്ക് സമാനം പൂജ്യനായോ? ബാബയുടെ സർവഗുണങ്ങളും ധാരണ ചെയ്തുവോ? പെരുമാറ്റം ദേവതകളെപ്പോലെ റോയലാണോ? ദേവതകളുടെ ആഹാര രീതി പോലെയുള്ള ഗുണങ്ങൾ നമ്മളിലുണ്ടോ? ആത്മാവിന്റെ എല്ലാ ഗുണങ്ങളെയും മനസ്സിലാക്കി അതിന്റെ സ്വരൂപമായോ? ഓം ശാന്തി. ആത്മാക്കളുടെ നിവാസസ്ഥാനം ടവർ ഓഫ് സൈലൻസ് അഥവാ ശാന്തിയുടെ ഉയർന്ന സ്ഥാനമാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഹിമാലയ പർവ്വതത്തിന്റെ ഉയർന്ന സ്ഥാനമില്ലേ, അതുപോലെ അത് വളരെ ഉയർന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ അതിലും ഉയർന്ന സ്ഥാനത്താണ് വസിക്കുന്നത്. അവർ പർവ്വതങ്ങളിൽ കയറുവാൻ വേണ്ടി അഭ്യസിക്കുന്നു, മത്സരിക്കുന്നു. പർവ്വതത്തിൽ കയറുവാനും ചിലർ സമർത്ഥരായവരുണ്ട്. എല്ലാവർക്കും കയറുവാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമില്ല. പതിതമായിരിക്കുന്ന ആത്മാവിന് പാവനമായി വീട്ടിലേക്ക് പോകണം. ആ സ്ഥാനത്തെയാണ് ടവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഇത് ടവർ ഓഫ് സയൻസ് ആണ്. ലോകർക്ക് വലിയ വലിയ ബോംബുകളുണ്ട്, അതിന്റെയും ടവറുണ്ട്. അവിടെ ഭയാനകമായ വസ്തുക്കളാണ് വെച്ചിരിക്കുന്നത്. ബോംബുകളിൽ വിഷവും മറ്റും നിറയ്ക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ വീട്ടിലേക്കാണ് പറക്കേണ്ടത്. അവർ വീട്ടിലിരിക്കെ തന്നെ ബോംബുകൾ വിക്ഷേപിക്കുന്നു. അത് സർവ്വതും നശിപ്പിച്ചു കളയുന്നു. നിങ്ങൾക്കിവിടെ നിന്നും മുകളിലേക്ക് ടവർ ഓഫ് സൈലൻസിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് നിങ്ങൾ വന്നത്. ഇനി സതോ പ്രധാനമാകുമ്പോഴാണ് തിരിച്ചു പോകുന്നത്. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറി ഇനി വീണ്ടും സതോ പ്രധാനമാകണം. സതോ പ്രധാനമാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നവർ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ സുകർമ്മം ചെയ്യണം. യാതൊരു വികർമ്മവും ചെയ്യരുത്. കർമ്മങ്ങളുടെ ഗതിയും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. രാവണ രാജ്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ദുർഗതി ആയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ നിങ്ങളെ സുകർമ്മം പഠിപ്പിക്കുന്നു. 5 വികാരങ്ങൾ വളരെ വലിയ ശത്രുവാണ്. മോഹവും വികർമ്മമാണ്. ഒരു വികാരവും ചെറുതല്ല. മോഹം വെക്കുന്നതിലൂടെയും ദേഹാഭിമാനത്തിൽ കുടുങ്ങുന്നു. അതുകൊണ്ട് ബാബ കന്യകമാർക്ക് വളരെ നന്നായി മനസ്സിലാക്കി തരുന്നു. പവിത്രമായിരിക്കുന്നവരെയാണ് കന്യക എന്ന് പറയുന്നത്. മാതാക്കൾക്കും പവിത്രമാകണം. നിങ്ങൾ സർവരും ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരുമാണ്. വയസ്സായവരാണെങ്കിൽ പോലും ബ്രഹ്മാവിന്റെ കുട്ടികളല്ലേ? ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ കുമാരൻ കുമാരി എന്ന സ്റ്റേജിൽ നിന്നും മുകളിലേക്ക് പോകൂ. ആദ്യം ശരീരത്തിൽ വന്നു, പിന്നെ വേറിടണം. പരിശ്രമിക്കണം. ഉയർന്ന പദവി നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റാരുടെയും സ്മൃതി വരരുത്. നമ്മുടെ അടുക്കൽ എന്താണുള്ളത്? ഒഴിഞ്ഞ കൈയുമായിട്ടല്ലേ വന്നത്? യാതൊന്നുമില്ല. ഇത് സ്വന്തം ശരീരം പോലുമല്ല. ഇപ്പോൾ ഈ ശരീരത്തെയും മറക്കണം. അനാസക്തവും കർമാതീതവും ആയിത്തീരണം. ട്രസ്റ്റിയാകൂ. ബാബ പറയുന്നു, കറങ്ങുകയോ ചുറ്റിത്തിരിയുകയോ ചെയ്തോളൂ. അനാവശ്യമായി ഒന്നും ചിലവാക്കരുത്. മനുഷ്യർ വളരെയധികം ദാനം ചെയ്യുന്നുണ്ട്. ഇന്നയാൾ വളരെ വലിയ ദാനിയാണ് എന്ന് പത്രങ്ങളിലും വരാറുണ്ട്. ഹോസ്പിറ്റലും ധർമ്മശാലയുമൊക്കെ ഉണ്ടാക്കി.
വളരെയധികം ദാനം ചെയ്യുന്നവർക്ക് ഗവൺമെന്റിൽ നിന്ന് പാരിതോഷികവും ലഭിക്കുന്നു. ഹിസ് ഹോളിനെസ്, ഹെർ ഹോളിനെസ് എന്നൊക്കെയുള്ള ടൈറ്റിലുകൾ ആദ്യം ലഭിക്കുന്നു. പവിത്രതയാണ് ഹോളി എന്ന് പറയുന്നത്. ദേവതകൾ പവിത്രമായിരുന്നു, നിങ്ങൾ അതുപോലെ ആകണം. പിന്നീട് പകുതി കൽപ്പം പവിത്രമായിരിക്കും. ഇത് എങ്ങനെ സാധിക്കും എന്ന് ധാരാളം പേർ ചോദിക്കാറുണ്ട്. അവിടെയും കുട്ടികൾ ജനിക്കുന്നുണ്ട്. ഉടൻ പറയണം അവിടെ രാവണൻ ഇല്ല എന്ന്. രാവണനിലൂടെ തന്നെയാണ് വികാരി ലോകം ഉണ്ടാകുന്നത്. രാമനായ ബാബ വന്ന് പാവനമാക്കുന്നു. അവിടെ പതീതമായ ആരും ഉണ്ടായിരിക്കില്ല. പവിത്രതയുടെ കാര്യമേ പറയണ്ട എന്ന് ചിലർ പറയുന്നുണ്ട്. പവിത്രമായ ലോകം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നില്ല. ഇപ്പോൾ അപവിത്ര ലോകമാണ്. ഇത് കളിയാണ്. വേശ്യാലയവും ശിവാലയവും, പതീത ലോകവും പാവന ലോകവും. ആദ്യം സുഖം, പിന്നീട് ദുഃഖം. രാജധാനി എങ്ങനെയാണ് നേടിയത്, പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത്, ഇതിന്റെ കളിയാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. നമ്മൾ തോറ്റുപോയി, ഇനി നമുക്ക് തന്നെയാണ് വിജയിക്കേണ്ടത്. മഹാവീരനാകണം. തന്റെ അവസ്ഥയെ ശക്തിശാലി ആക്കണം. വീടും കുടുംബവും സംരക്ഷിച്ചുകൊണ്ടും തീർച്ചയായും പവിത്രമാകണം. യാതൊരു അപവിത്രമായ കർമ്മവും ചെയ്യരുത്. ധാരാളം പേരിൽ മോഹമുണ്ട്. സ്വയം നോക്കണം. നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് താങ്കളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? വളരെ പ്രിയപ്പെട്ട വസ്തു എന്താണോ അതിന്റെ ഓർമ്മയാണ് വരേണ്ടത്. പിന്നെ മറ്റ് സർവ്വദേഹത്തിന്റെ സംബന്ധവും മറക്കും. സർവരെയും കണ്ടുകൊണ്ടും ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കലിയുഗി ബന്ധനമാണ്. നമ്മൾ ദൈവിക സംബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ഈ ജ്ഞാനം ഇല്ല. നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ നല്ല രീതിയിലിരിക്കൂ. അപ്പോൾ സന്തോഷം വളരെ വർദ്ധിക്കും. എത്രത്തോളം സാധിക്കുന്നുവോ അത്രയും ബന്ധനങ്ങളെ കുറച്ചുകൊണ്ടിരിക്കൂ. സ്വയം ഭാരരഹിതമാക്കൂ. ബന്ധനം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യപദവി നേടുവാൻ ചിലവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവൊന്നും കൂടാതെ വിശ്വരാജ്യം നേടുന്നു. അവർ വെടിമരുന്നിനും മിസൈലുകൾക്കുമൊക്കെ എത്രമാത്രമാണ് ചിലവാക്കുന്നത്? നിങ്ങൾക്കാണെങ്കിൽ ഒരു ചിലവുമില്ല. നിങ്ങൾ ബാബയ്ക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്, എടുക്കുകയാണ് ചെയ്യുന്നത്. ബാബ ഗുപ്തമാണ്. മ്യൂസിയം തുറക്കൂ, ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി തുറക്കൂ എന്നിങ്ങനെ ബാബ ശ്രീമതം നൽകുന്നു. അതിലൂടെ നിങ്ങൾ ജ്ഞാനം പ്രാപ്തമാക്കുന്നു. യോഗത്തിലൂടെ നിങ്ങൾ സദാ നിരോഗിയാകുന്നു. ആരോഗ്യം, സമ്പത്ത് എന്നിവയ്ക്കൊപ്പം 21 ജന്മത്തേക്ക് സന്തോഷവും എന്തായാലും ഉണ്ടായിരിക്കും. ഒരു സെക്കൻഡിൽ എങ്ങനെയാണ് മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നതെന്ന് വന്ന് മനസ്സിലാക്കൂ. കവാടത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. വാതിലിൽ ഭിക്ഷ യാചിച്ചു വരാറുണ്ടല്ലോ. നിങ്ങളും ഭിക്ഷ കൊടുക്കുകയാണ്. അതിലൂടെ ഒറ്റയടിക്ക് ധനവാനായി മാറുന്നു. ആര് വന്നാലും ചോദിക്കൂ, നിങ്ങൾ എന്താണ് ഭിക്ഷ യാചിക്കുന്നത്? ഞങ്ങൾ നൽകുന്ന ഭിക്ഷയിലൂടെ നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ ഭിക്ഷ യാചിക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു. പരിധിയില്ലാത്ത അച്ഛനെയും സൃഷ്ടിചക്രത്തെയും അറിയുന്നതിലൂടെ നിങ്ങൾ ഇങ്ങനെയായി മാറുന്നു. നിങ്ങളുടെ ഈ ബാഡ്ജിനും അത്ഭുതം ചെയ്യാൻ സാധിക്കും. സെക്കൻഡിൽ പരിധിയില്ലാത്ത സമ്പത്ത് ആർക്ക് വേണമെങ്കിലും ഇതിലൂടെ നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. സേവനം ചെയ്യണം. സെക്കൻഡിൽ ബാബ വിശ്വത്തിന്റെ അധികാരി ആക്കുന്നു. പിന്നെ എല്ലാം പുരുഷാർത്ഥമാണ്. ചെറിയവരോടും വലിയവരോടും എല്ലാം പറയുകയാണ്, ബാബയെ ഓർമ്മിക്കൂ. ട്രെയിനിലും നിങ്ങൾക്ക് ബാഡ്ജിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. ബാഡ്ജ് ധരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് 2 അച്ഛന്മാരുണ്ട് എന്ന്.
രണ്ടു പേരിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ബ്രഹ്മാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. അദ്ദേഹം ഇടനിലക്കാരനാണ്. അദ്ദേഹത്തിലൂടെയാണ് ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നതും സമ്പത്ത് നൽകുന്നതും. ഓരോരുത്തരെയും നോക്കി മനസ്സിലാക്കി കൊടുക്കണം. യാത്രകളിലും ഒരുപാട് പേർ പോകുന്നുണ്ട്. അതെല്ലാം ശാരീരികമായ യാത്രകളാണ്. ഇത് ആത്മീയമാണ്. ഇതിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരി ആകുന്നു. ശാരീരികമായ യാത്രകളിലൂടെ അലഞ്ഞു നടക്കുന്നു. ഏണിയുടെ ചിത്രവും കൂടെ ഉണ്ടാകണം. സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. എങ്കിൽ അവർക്ക് ഭോജനം തുടങ്ങിയവയുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല. പറയാറുണ്ട്, സന്തോഷം പോലെ മറ്റൊരു മരുന്നില്ല. ധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. ധനവാന്മാരായ രാജാക്കന്മാരുടെ വയർ നിറഞ്ഞിരിക്കും. വളരെ രാജകീയമായ ചലനമായിരിക്കും. സംസാരവും വളരെ നല്ലതായിരിക്കും. നമുക്കറിയാം നമ്മൾ അവിടെ എന്തായി മാറും. അവിടെ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വളരെ രാജകീയമായിരിക്കും. ആ സമയത്ത് കഴിക്കുകയില്ല. വളരെ രാജകീയമായിട്ട് ശാന്തമായി ഇരുന്ന് കഴിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും പഠിക്കണം. നിരാകാരന്റെ മഹിമയെക്കുറിച്ചും ദേവതകളുടെ മഹിമയെക്കുറിച്ചും പിന്നെ സ്വന്തം മഹിമയും, ഇത് മൂന്നും പരിശോധിച്ചു നോക്കണം. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ഗുണമുള്ളവരായി മാറുന്നു. അത് കഴിഞ്ഞ് ദേവതകളുടെ ഗുണമുള്ളവരായി മാറുന്നു. അതിനാൽ ആ ഗുണം ഇപ്പോൾ ധാരണ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്യുന്നു. പാടാറുണ്ട്, ശാന്തിയുടെ സാഗരൻ, സ്നേഹത്തിന്റെ സാഗരൻ. ഏതുപോലെ ബാബയെ പൂജിക്കുന്നുവോ അതുപോലെ നിങ്ങളും പൂജിക്കപ്പെടുന്നു. ബാബ നിങ്ങളെ നമസ്കരിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന പൂജ ഡബിൾ ആണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത് ബാബയാണ്. നിങ്ങളുടെ മഹിമയും മനസ്സിലാക്കി തരുന്നു. പുരുഷാർത്ഥം ചെയ്ത് അങ്ങനെയാകൂ. മനസ്സിനോട് ചോദിക്കണം, നമ്മൾ അങ്ങനെയായി തീർന്നോ? എങ്ങനെയാണോ നമ്മൾ അശരീരിയായി വന്നത് അതുപോലെ അശരീരിയായി പോകണം. ശാസ്ത്രങ്ങളിലുമുണ്ട്, ഊന്നുവടിയെയും ഉപേക്ഷിക്കൂ. പക്ഷെ ഈ ഊന്നുവടിയുടെ കാര്യമല്ല. ഇവിടെ ശരീരത്തെ വിടേണ്ട കാര്യമാണ്. ബാക്കിയെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഇവിടെ ബാബയെ ഓർക്കുക മാത്രം ചെയ്താൽ മതി. ബാബയല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം മനുഷ്യർ എന്തുമാത്രമാണ് ഗുരുക്കന്മാരുടെ അടുക്കൽ പോകുന്നത് എന്ന്. അനേക പ്രകാരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗുരുക്കന്മാരുടെ അടുക്കലും പോകുന്നില്ല, ഒന്നും വായിക്കുകയുമില്ല. ബാബ ഒരേ ഒരു മന്ത്രം നൽകിക്കഴിഞ്ഞു, എന്നെ മാത്രം ഓർമ്മിക്കൂ. സമ്പത്തിനെ ഓർമ്മിക്കൂ. പിന്നെ ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും പവിത്രമായിരിക്കണം. ഇവിടെ വരുന്നത് റിഫ്രഷ് ആകാനാണ്. ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ സന്മുഖത്താണ് ഇരിക്കുന്നത്. അവിടെയായിരിക്കുമ്പോൾ വിചാരിക്കും ബാബ മധുബനിലാണ് ഇരിക്കുന്നതെന്ന്. എങ്ങനെയാണോ നമ്മുടെ ആത്മാവ് സിംഹാസനത്തിലിരിക്കുന്നത് അതുപോലെ ബാബയും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ബാബ ഗീതയോ ശാസ്ത്രങ്ങളോ ഒന്നും തന്നെ കയ്യിലെടുക്കുന്നില്ല. അതിനെ വായിക്കുന്നതുമില്ല. സന്യാസിമാരാണ് അത് വായിക്കുന്നത്. ഇത് ജ്ഞാനത്തിന്റെ സാഗരനാണ്. ബ്രഹ്മാവിലൂടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നു. ശിവ് ബാബ ഏതെങ്കിലും സ്കൂളിലോ സത്സംഗത്തിലോ പോയിട്ടുണ്ടോ? ബാബ എല്ലാം അറിയുന്നുണ്ട്. ആരെങ്കിലും ചോദിക്കും, ബാബയ്ക്ക് സയൻസ് അറിയാമോ? അപ്പോൾ ബാബ പറയും, സയൻസ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നെ വിളിക്കുന്നത് വന്ന് പതീതരെ പാവനമാക്കൂ എന്ന് പറഞ്ഞാണ്. ഇതിൽ സയൻസ് പഠിക്കേണ്ട കാര്യം എന്താണുള്ളത്? ചോദിക്കാറുണ്ട്, ശിവ് ബാബ ഇന്ന ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നോക്കൂ, ബാബയെ പറയുന്നത് ജ്ഞാനത്തിന്റെ സാഗരൻ എന്നാണ്. ഇത് ഭക്തിമാർഗത്തിലെ ശാസ്ത്രമാണ്. വിഷ്ണുവിന്റെ കയ്യിൽ ശംഖ്, ചക്രം തുടങ്ങിയവ നൽകിയിരിക്കുന്നു. പക്ഷെ അർത്ഥം ഒന്നും തന്നെ അറിഞ്ഞുകൂടാ.
വാസ്തവത്തിൽ ഈ അലങ്കാരം ബ്രഹ്മാവിനും ബ്രാഹ്മണർക്കുമാണ് നൽകേണ്ടത്. സൂക്ഷ്മവതനത്തിൽ ഈ ശരീരം തന്നെ ഇല്ല. വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ബ്രഹ്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു, കൃഷ്ണന്റെയും ഉണ്ടാകുന്നു. ഇതിന്റെ അർത്ഥം ഈ ബ്രഹ്മാവിന്റെ അടുത്ത് പോകുകയാണെങ്കിൽ കൃഷ്ണനെ പോലെ ആകാം, അല്ലെങ്കിൽ കൃഷ്ണന്റെ മടിയിൽ വരാം എന്നാണ്. വെറും രാജകുമാരന്റെ സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നത്. അഥവാ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആകാൻ സാധിക്കും. ഇതാണ് ലക്ഷ്യം. ഒരാളുടെ ഉദാഹരണമല്ലേ പറയുക, അതിനെ മോഡൽ എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുന്നത് സത്യനാരായണന്റെ കഥ കേൾപ്പിക്കാനാണ്, നരനിൽ നിന്ന് നാരായണനാക്കാൻ. ആദ്യം തീർച്ചയായും രാജകുമാരനാകും. കൃഷ്ണൻ വെണ്ണ കഴിച്ചതായി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് വിശ്വ ചക്രവർത്തി പദവിയുടെ ഗോളമാണ്. അല്ലാതെ ചന്ദ്രനെയൊക്കെ എങ്ങനെയാണ് വായിൽ കാണിക്കുന്നത്? പറയാറുണ്ട്, 2 പൂച്ചകൾ പരസ്പരം വഴക്കടിച്ചു, ഇടയിൽ സൃഷ്ടിയുടെ യജമാനനാകുന്ന ആൾക്ക് വെണ്ണ ലഭിച്ചതായി കാണിക്കുന്നു. ഇപ്പോൾ സ്വയം തന്നെ നോക്കൂ, നമ്മൾ അങ്ങനെ ആയോ അതോ ആയില്ലേ? ഈ പഠിപ്പ് രാജപദവി നേടാനുള്ളതാണ്. പ്രജകളാകുന്ന പാഠശാല എന്ന് പറയുകയില്ല. ഇത് നരനിൽ നിന്ന് നാരായണനാകാനുള്ള പാഠശാലയാണ്, ഗോഡ്ലി യൂണിവേഴ്സിറ്റി. ഭഗവാൻ പഠിപ്പിക്കുന്നു. ബാബ പറഞ്ഞു, ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് എഴുതൂ, ബ്രാക്കറ്റിൽ യൂണിവേഴ്സിറ്റി എന്ന് എഴുതൂ. പക്ഷെ അങ്ങനെ എഴുതാൻ മറന്നുപോകുന്നു. നിങ്ങൾ എത്രത്തോളം ലിറ്ററേച്ചർ കൊടുത്താലും ഒന്നും മനസ്സിലാക്കുകയില്ല. ഇത് സന്മുഖത്തിരുന്ന് മനസ്സിലാക്കി കൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ജന്മജന്മാന്തരം നിങ്ങൾ പരിധിക്കുള്ളിലെ സമ്പത്താണ് നേടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബാഡ്ജിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. ഇനി ആരെങ്കിലും പരിഹസിച്ചാലും ശരി, 2 അച്ഛന്റെ കാര്യം നല്ലതാണ്. അങ്ങനെ ഒരുപാട് പേർ തന്റെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. കുട്ടികളും അച്ഛന് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഭാര്യ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരുന്നു. ചിലയിടത്തൊക്കെ വഴക്കിടാറുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആത്മാക്കളെല്ലാം കുട്ടികളാണ്, സമ്പത്തിന് അധികാരികളാണ്. ലൗകിക സംബന്ധത്തിൽ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അതിനെ കന്യാദാനം എന്നാണ് പറയുന്നത്. മറ്റൊരാൾക്ക് നൽകുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവിടെ സ്വർഗത്തിലും കന്യ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു, പക്ഷെ പവിത്രമായി ഇരിക്കുന്നു. ഇത് പതീത ലോകമാണ്. എന്നാൽ സത്യയുഗം ശിവാലയമാണ്, പാവനമായ ലോകം. നിങ്ങൾ കുട്ടികളിൽ ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. നിങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പോകുക തന്നെ ചെയ്യും, ഇത് ഉറപ്പാണ്. പിന്നെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി നേടണം. നമ്മൾ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ ഇന്നയാളെ പോലെ സേവനം ചെയ്യുന്നുണ്ടോ? അല്ലാതെ ബ്രാഹ്മണി വേണം, അതായത് ടീച്ചർ വേണം എന്നല്ല. നിങ്ങൾ സ്വയം ടീച്ചറാകൂ. ശരി, കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. അല്ലാതെ ബാബ ആരുടെയെങ്കിലുമൊക്കെ പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ പോയി മ്യൂസിയമൊക്കെ തുറക്കൂ. കെട്ടിടങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലാതാകും. ബാബ വ്യാപാരിയല്ലേ, പണമിടപാടുകാരനുമാണ്. ദുഃഖത്തിന്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് സുഖം നൽകുന്നവനാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, വളരെ സമയം കഴിഞ്ഞുപോയി, ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും, വളരെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ട്രസ്റ്റിയും അനാസക്തരുമായിരിക്കണം. ഒരു തരത്തിലുള്ള പാഴ്ചിലവുകളും അരുത്.
സ്വയം തന്നെ ദേവതകളെ പോലെ പവിത്രമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. 2. ഒരേ ഒരു സ്നേഹനിധിയായ ബാബയെ ഓർമ്മിക്കൂ. എത്രത്തോളം സാധിക്കുമോ കലിയുഗത്തിലെ ബന്ധനങ്ങളെ നേരിയതാക്കൂ, വർദ്ധിപ്പിക്കരുത്. സത്യയുഗി ദൈവിക സംബന്ധത്തിലേക്ക് പോകുകയാണ്. ഈ സന്തോഷത്തിലിരിക്കൂ. വരദാനം: പഴയ സ്വഭാവ സംസ്കാരത്തിന്റെ ഭാരത്തെ സമാപ്തമാക്കി ഡബിൾ ലൈറ്റായി കഴിയുന്ന മാലാഖയായി ഭവിക്കട്ടെ. ബാബയുടേതായി എങ്കിൽ മുഴുവൻ ഭാരവും ബാബയ്ക്ക് നൽകൂ. പഴയ സ്വഭാവ സംസ്കാരത്തിന്റെ അല്പമെങ്കിലും ഭാരം ഉണ്ടായാൽ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരും. പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യിക്കുകയില്ല. അതിനാൽ ബാബ്ദാദ പറയുന്നു, എല്ലാം നൽകിക്കോളൂ. ഈ രാവണന്റെ സ്വത്ത് തന്റെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ദുഃഖമേ നേടൂ. മാലാഖ അർത്ഥം അല്പം പോലും രാവണന്റെ സ്വത്ത് ഉണ്ടാകരുത്. എല്ലാ പഴയ കണക്കും ഭസ്മമാക്കൂ. അപ്പോൾ പറയും ഡബിൾ ലൈറ്റ് മാലാഖ എന്ന്. സ്ലോഗൻ: നിർഭയരും ഹർഷിതമുഖരുമാകൂ. പരിധിയില്ലാത്ത കളിയെ കാണൂ, എങ്കിൽ ഇളക്കത്തിലേക്ക് വരികയില്ല. അവ്യക്തി സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് മാലാഖ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ബ്രഹ്മബാബയ്ക്ക് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മാലാഖ ദേഹബോധരഹിതമായി അനുഭവം ചെയ്തതുപോലെ കർമ്മം ചെയ്തും സംഭാഷണം നടത്തിയും നിർദ്ദേശം നൽകിയും ഉണർവുത്സാഹം വർദ്ധിപ്പിച്ചുകൊണ്ടും ദേഹത്തിൽ നിന്ന് വേറിട്ട് സൂക്ഷ്മ പ്രകാശ രൂപത്തിന്റെ അനുഭൂതി ചെയ്യിച്ചു. ഇങ്ങനെ ഫോളോ ഫാദർ ചെയ്യൂ. സദാ ദേഹബോധത്തിൽ നിന്ന് വേറിട്ടിരിക്കൂ. ഓരോരുത്തർക്കും വേറിട്ട രൂപം കാണപ്പെടണം. ഇതിനെയാണ് പറയുന്നത് ദേഹത്തിലിരുന്നും മാലാഖ സ്ഥിതി എന്ന്. ഓം ശാന്തി.